രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസ് എന്നൊക്കെ കേട്ടപ്പോൾ കോൺഗ്രസിൻ്റെ വനിത ഉൾപ്പെടെയുള്ള മെമ്പർമാർ തള്ളിപ്പറഞ്ഞപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും രാഹുലിനെ സംശയിച്ചപ്പോഴും കട്ടയ്ക്കു നിന്ന പാർട്ടി അനുഭാവികളല്ലാത്ത 2 പേരാണ് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത്. രാഹുലുമായി ചാനൽ ചർച്ചകളിൽ എന്നും വഴക്കിടുകയും പോർവിളി നടത്തുകയും ചെയ്ത രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ സീമാജി നായർ, ഇവർ 2 പേർക്കും കൃത്യമായ രാഷ്ട്രീയമോ ഒന്നുമില്ലെങ്കിലും തുടക്കം മുതൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്താണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച വനിതാ MLA-മാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണോ എന്നുള്ളത് കോൺഗ്രസിലെ യുവനിര തീരുമാനിക്കണം. ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറും സീമാജി നായരും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ചിന്തിക്കണം. രാഹുലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിഷ്പക്ഷത അവർക്ക് പുലർത്താമായിരുന്നു. ധൈര്യത്തോടെ ആർജവത്തോടെ സീമാജി നായർ പറഞ്ഞു, രാഹുലിനെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അതാണ് നിലപാട്. ഇപ്പോൾ എല്ലാം കലങ്ങിത്തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാൻ തെളിയിച്ചപ്പോൾ പലരും മാളങ്ങളിൽ നിന്ന് പുറത്തിയാടിയിട്ടുണ്ട് രാഹുലിൻ്റെ ജനപിന്തുണ കണ്ട്. കാരണം ഒറ്റയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് വന്നവനാണ് രാഹുൽ. അവനെ അങ്ങനെയൊന്നും ഒതുക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സാധിക്കില്ല. അത് നെഞ്ചുറപ്പുള്ള തൻ്റെ ഇടമുള്ള കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന് ആവശ്യമുള്ളത്.